Hi everyone, welcome back to my channel. Regular verbs അതിൻ്റെ പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും ED എന്നത് വാക്കിൻ്റെ അവസാനത്തിൽ ചേർത്തുണ്ടാക്കുന്നു. ഉദാഹരണം വാക്ക് വാക്ക്ഡ്, ടോക്ക് ടോക്ക്ഡ്. എന്നാൽ ED ഉപയോഗിക്കാതെ അതിൻ്റെതായ രീതിയിൽ പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും ഉണ്ടാകുന്ന ക്രിയകളെ ഇറഗുലർ വേർബ്സ് എന്ന് വിളിക്കുന്നു. ഈ വീഡിയോയിൽ ചില ഇറഗുലർ വേർബ്സിനെ പറ്റിയും അതിൻ്റെ പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും എങ്ങനെയെന്നും അവയുടെ വാക്യത്തിലെ ഉപയോഗവും വിശദമായി നോക്കാം. അതിനു മുമ്പ് റിക്വസ്റ്റ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്താത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. നേരെ വീഡിയോയിലേക്ക് പോകാം. ബ്ലോ എന്ന ഇറഗുലർ വേർബിൻ്റെ പാസ്റ്റ് ടെൻസ് ബ്ലൂവും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ബ്ലോണും ആകുന്നു. ഇതിൻ്റെ അർത്ഥം പ്രഹരം, അടി, ഇടി എന്നൊക്കെയാണ്. ഈ വെർബിൻ്റെ ഉപയോഗം സെൻറ്റൻസിൽ എങ്ങനെ നോക്കുക. The wind is blowing hard. Yesterday a strong gust of wind blew down the several trees. The safe had been blown by the thieves. ഓരോ ടെൻസിനെയും ഉപയോഗമാണിത്. മറ്റൊരുദാഹരണം നോക്കാം. ചൂസ് എന്ന വെർബിൻ്റെ പാസ്റ്റ് ടെൻസ് ചോസും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ചോസനും ആകുന്നു. എക്സാമ്പിൾസ്: I will choose the blue shirt for the party. She chose to spend her day at the beach. You have chosen a nice color paint for your house. ഇംഗ്ലീഷിൽ ഇപ്രകാരമുള്ള നിരവധി ഇറഗുലർ വേർബ്സ് ഉണ്ട്. അവയുടെ പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും പഠിച്ച് ഓർമ്മയിൽ വെക്കേണ്ടതാണ്. മറ്റ് എളുപ്പവഴികൾ ഒന്നുമില്ല. ഉദാഹരണത്തിൽ കൂടി ഇതിൻ്റെ ഉപയോഗം മനസ്സിലാക്കാൻ സാധിക്കും. ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ ഏത് സബ്ജക്റ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇതും പ്രധാനപ്പെട്ട വിഷയമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.